മറ്റാരും കാണാതെ ഹായ്, എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏതാണെന്നല്ലേ? ഇതാണ് ആ പാർക്ക്, ലയൺസ് ജംഗിൾ പാർക്ക്. 50 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. അങ്ങനെ നമ്മൾ 50 രൂപ കൊടുത്ത് അതിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആദ്യമേ പോകുന്നത് ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആണ്. നമുക്ക് ശരിക്കും ഒരു കാട്ടിൽ പോകുന്ന ഫീൽ തന്നെ കിട്ടും. ആ ഒരു കാടിൻ്റെ തണുപ്പും ആ ഒരു ആംബിയൻസും നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. പൊടിയും പുകയൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധവായു ശ്വസിച്ച് കാട്ടിൽ നമുക്ക് നടക്കാം. മറ്റാരും കാണാതെ പുഴയോടും ചൊല്ലാതെ നേരത്തെ കാലത്തെ പോകാം. ഓഹോ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ആ പാർക്കിലെത്തും. ഇതാണ് ആ പാർക്ക്. നല്ല വിശാലമായിട്ടുള്ള പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. സാധാരണ പാർക്കിൽ കാണാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഓരോന്നിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. പുതിയ പാർക്കായതുകൊണ്ട് തന്നെ എല്ലാ കളി സാധനങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കുട്ടികൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏതിൽ കയറണം എന്ന്. അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. അവർ നല്ല എനർജി ആയിട്ട് അവിടെയൊക്കെ ഓടി നടക്കണ കാണാൻ പറ്റും നമുക്ക്. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊരു ബ്രേക്ക് എടുത്ത് അവിടെ തന്നെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഊഞ്ഞാലാടാനാണ്. വലിയവർക്ക് ആടാനുള്ള ഊഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ. രേഷ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാടാൻ. ഊഞ്ഞാലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകത്താണ്. രേഷ്മയ്ക്ക് കൊതി തീരുന്നവരെ അവിടെ നിന്ന് ഊഞ്ഞാലാടിയിട്ടാണ് പോകുന്നത്. പാട്ടൊക്കെ പാടിയിട്ടാണ് രേഷ്മ ഊഞ്ഞാലാടിയിട്ടാ. ഊഞ്ഞാലാടുന്ന കാര്യത്തിൽ ഇതിൽ ഏതാണ് കുഞ്ഞ് എന്ന് സംശയിച്ചു പോയി. അതുപോലെയാണ് രേഷ്മ ഊഞ്ഞാലാടിയത്. ഞാനും കുറച്ചു നേരം ഊഞ്ഞാലാടിയിട്ടാ. ഊഞ്ഞാലാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. വലിയവർക്കുള്ള ഏറ്റവും അട്രാക്ഷൻ ഊഞ്ഞാലാണ്. പിന്നെയും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇതുപോലെ ചെറിയ ചെറിയ സെക്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് നന്നായിട്ട് എന്താ പറയുക, ഇങ്ങനെ മതിയാവാതെ കുറേ നേരം ഇങ്ങനെ ഓടി ഓടി നടക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മത്സ്യകന്യക, ജിറാഫ്, ആന, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും ഇത് കാണാൻ. പിന്നെ നമ്മളിലും ഒരു കുട്ടിയുണ്ടല്ലോ, അപ്പോൾ നമ്മളും കുട്ടികളെ പോലെ അവരുടെ കൂടെ എൻജോയ് ചെയ്താൽ നമുക്കും നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ കൊതി തീരുന്നത് വരെ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് കളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. 3.5 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് വൈകിട്ട് 4:15 എത്തിയതാണ്. തിരിച്ചു പോകുന്നത് രാത്രി 7:45. തിരിച്ചു വന്നപ്പോൾ കാട്ടിക്കൂടെ രാത്രി നടക്കുന്നൊരു ഫീലും ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. സോണി ചേട്ടനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.